ഈ +1 എക്സാം കൊണ്ട് കഷ്ടപ്പെടുവാണല്ലോ നമ്മൾ. 13-ന് ഡിസിഷൻ വരുമെന്ന് പറഞ്ഞു, അത് വന്നില്ല. ഇതിപ്പോൾ 15-ലേക്ക് മാറ്റി. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോവുള്ളൂ. ഇനി ഇപ്പം പഠിച്ചിട്ടൊന്നും കാര്യമില്ല, എന്തിനാ ഇരുന്ന് പഠിക്കുന്നത് എന്നൊക്കെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ അങ്ങനെ ഇനി വിചാരിക്കരുത്. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഇനി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. +1 കുട്ടികൾ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും കാണുക കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. ഇപ്പൊ തന്നെ അറിഞ്ഞു കാണും, സുപ്രീം കോർട്ട് +1ന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ചെയ്ത ആ ഒരു കേസ് പരിഗണിക്കുന്ന ദിവസം 13-ൽ നിന്ന് 15-ാം തീയതിയിലേക്ക് മാറ്റി. മീൻസ് നാളെയാണ് ആ ഒരു കേസ് പരിഗണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ, എക്സാമിന് തീരുമാനമൊന്നും വരികയില്ല, പഠിക്കണ്ട, ഇനി പഠിച്ചിട്ട് എന്താ കാര്യം, ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ മടുത്തു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കാൻ പാടില്ല. ഇനിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എക്സാമിന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന പിള്ളേരുണ്ടാവും. ഇനി ഇപ്പോൾ പഠിച്ചില്ലേലും ഒരു കുഴപ്പമില്ല എങ്കിലും അവിടെ ഒരു ടെൻഷനുള്ള കുട്ടികളുണ്ടാവും. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെൻഷൻസ് ആണ് എല്ലാ കുട്ടികൾക്കും ഉള്ളത്, അല്ലേ? ഞാനൊന്നും പഠിച്ചു തീർന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു എനിക്കൊന്നും ഓർമ്മയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ഇഷ്ടം പോലെ ടൈപ്പ്. മീൻസ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മുടെ ഓരോ ടെൻഷൻസ് കണ്ടു കഴിയുമ്പോൾ. അപ്പം ആ ഒരു ടെൻഷൻസ് എല്ലാം ഒന്നും ഓർക്കണ്ട. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, +1 കുട്ടികൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് വിചാരിച്ചു നോക്കി, ഓരോരുത്തരും വിചാരിച്ചു നോക്കിയേ, ഞാൻ ഒരാൾ മാത്രമല്ല +1 എക്സാം എഴുതുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എക്സാം ഇല്ല, ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ എക്സാം നടത്തി എന്തെങ്കിലും പ്രശ്നം വന്നു, എനിക്കൊരാൾക്ക് മാത്രമല്ല ആ ഒരു പ്രശ്നം വരുന്നത്. +1ൽ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും ഉണ്ട് എൻ്റെ കൂടെ. അങ്ങനെ ഒരു കാര്യം നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ. എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ഒരാൾ മാത്രമല്ല എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ കൂടെ ആൾക്കാരുണ്ട് എന്നൊരു ചിന്ത വരുമ്പം നമ്മുടെ ടെൻഷൻസ് എല്ലാം പകുതി കുറയും. ആ ഒരു ചിന്തയിൽ ഇനി പഠിച്ചു നോക്കിയേ. മീൻസ് എക്സാം വിഷമമായാലും എക്സാം എളുപ്പമായാലും എങ്ങനെയായാലും എൻ്റെ കൂടെ എക്സാം എഴുതാൻ +1ൽ പഠിക്കുന്ന ഈ കേരളത്തിൽ +1ൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും എൻ്റെ കൂടെയുണ്ട്, അല്ലേ? അങ്ങനെയൊന്ന് ചിന്തിച്ച് നിങ്ങൾ ഇനിയൊന്ന് പഠിച്ചു നോക്കിയേ. എന്തായാലും നിങ്ങൾക്ക് ഇനി സമയമുണ്ട്, പഠിക്കാനായിട്ട് ഇനി സമയമുണ്ട്. സമയം കുറവാണ് എന്നോർത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇപ്പം ഈ ഒരു ഡിസിഷൻസ് വരുന്നതിനെ കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ബോധർ ചെയ്യേ വേണ്ട. അപ്പം ഇനി നിങ്ങളുടെ സ്വയം ഒരു എന്താ പറയുക, ഒരു കോർണർ ഉണ്ടാക്കി ആ ഒരു കോർണറിലിരുന്ന് നിങ്ങൾ തന്നെ ഒന്ന് പഠിച്ചു നോക്കി. നിങ്ങൾ ഇത്രയും നാളും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുണ്ട്, അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത കാര്യങ്ങൾ. അപ്പം റിവിഷനുള്ള നിങ്ങൾ ഇത്രയും നാളും പഠിച്ച കാര്യങ്ങൾ ഇനി ഒന്നും കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കാൻ പോവണ്ട. ഇത്രയും നാളും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്ത്, മീൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് പഠിക്കാനുള്ള സമയം ഇനിയുണ്ട്. അപ്പോൾ ആ ഒരു സമയം നിങ്ങളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ, ഇനിയൊന്നും പഠിക്കേണ്ട എന്നുള്ള വിചാരം, അല്ലെങ്കിൽ ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന വിചാരം, ഇനി എന്താ എക്സാം നടത്തില്ല എന്നൊരു വിചാരം, ആ വിചാരങ്ങളെല്ലാം മാറ്റി വെച്ചോ, ഒരു സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ചോ. എന്നിട്ട് നിങ്ങളിരുന്ന് പഠിക്കുക. ഒരു സങ്കടവും വേണ്ട, ഒരു കരച്ചിലും വേണ്ട, ഒരു പിഴിച്ചിലും വേണ്ട, ഒരു ചിന്തയും വേണ്ട, പഠിക്കുക. ഇനിയാണ് നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങുക. ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്ത കുട്ടികൾ പോലും ഇനി നിങ്ങളൊന്ന് പഠിച്ചു തുടങ്ങണം. എല്ലാം ഇതുവരെ പഠിക്കാത്ത കുട്ടികളോട് ഞാൻ പറയുന്നത് എല്ലാം പഠിക്കാനല്ല, നിങ്ങൾക്ക് ആ ഒരു ഫോക്കസ് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു കാര്യങ്ങൾ മുഴുവൻ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. നമുക്ക് ആരെങ്കിലും സ്പെഷ്യലായിട്ടൊരു കെയർ തരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയല്ലേ? ആ ഒരു കെയറിങ് ആണ് നിങ്ങൾ +1 കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എത്ര പേരാന്ന് നോക്കിയേ. നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ പ്രശ്നമാണ്, നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, ഇഷ്ടം പോലെ പേര് നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ ഒരു തീയതി നീട്ടിക്കൊണ്ട് പോകും തോറും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കൂടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു പഠിക്കാനുള്ള സമയം കൂട്ടിക്കിട്ടുന്ന ആ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനുള്ള ആ ഒരു എന്താ പറയുക ടെൻഷൻ കുറഞ്ഞ് പഠിക്കാനുള്ള ആ ഒരു
തോന്നലുണ്ടാവും. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ ഞാനിപ്പോൾ പറയട്ടെ. ഇപ്പോൾ ഈ ഒരു +1 എക്സാം നീട്ടിക്കൊണ്ട് പോയിട്ട് എനിക്കിനി +2 പഠിക്കാൻ പറ്റിയല്ല, +2 ഫുൾ വെള്ളത്തിലായി എന്നൊക്കെയല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ ഒരാൾ മാത്രമല്ല +2ൽ ഇനി പഠിക്കാൻ പോകുന്നത്. +1ൽ ഇപ്പം ഈ ഒരു കേരളത്തിൽ എക്സാം എഴുതാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും ഇനി +2 പഠിക്കണം അല്ലേ. അപ്പം ഈ ഒരു നീട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു +2ലുള്ള സിലബസും കാര്യങ്ങളും അതും നിങ്ങളുടെ ആ ഒരു കംഫർട്ടിനനുസരിച്ച് അതെല്ലാം കുറയ്ക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പഠനം നിങ്ങൾക്ക് ഉണ്ടാകും, അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. എന്ത് പ്രശ്നം ഉണ്ടായാലും ആ ഒരു പ്രശ്നത്തിനെ നേരിടാൻ കണക്കിനെ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അല്ലേ. അപ്പം ഇപ്പം കൊറോണ വരുന്നു നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ? അല്ല. പക്ഷെ ആ ഒരു കൊറോണ വന്ന് ക്ലാസ് നടത്താൻ പറ്റിയില്ല. അപ്പോൾ അല്ലേ പുതിയതായിട്ട് ഫോക്കസ് ഏരിയ എന്നൊരു സംഭവം വന്നത്. ആ ഒരു ഫോക്കസ് ഏരിയ വന്നതുകൊണ്ടല്ലേ നമുക്കിപ്പം ഈ ഒരു എക്സാം എഴുതാനാണെങ്കിലും കുറച്ച് പോർഷൻസ് ഒന്ന് കുറഞ്ഞു കിട്ടിയത്. ആ ഒരു എന്താ പറയുക, ഓരോ പ്രശ്നങ്ങളും വരുമ്പോഴും ആ പ്രശ്നത്തിനെ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ നമ്മൾ ചെറുക്കും, അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ പോരാടും അല്ലെ. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇനി +2 എക്സാമും എഴുതാൻ പറ്റും. +2ലെ സിലബസ് അനുസരിച്ച് കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യവും മനസ്സിൽ വിചാരിച്ച് വേണം നിങ്ങൾ ഇനി +1 എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം +2നെ കുറിച്ച് ഓർത്ത് ടെൻഷനിലാണ് നിങ്ങളുടെ പകുതി +1 പഠിക്കുന്ന കാര്യങ്ങൾ പകുതി മറന്നു പോകുന്നത്. ആ ഒരു ടെൻഷൻ, +2ന്റെ എക്സാമിന്റെ ടെൻഷൻ, അതും നിങ്ങൾ വേറൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചേരെ. അപ്പം എന്തായാലും ഇനിയാണ് ഞാൻ ഓൾറെഡി 15-ാം തീയതി വരെയുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ബെസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിക്കുന്നവരെ അതനുസരിച്ച് തന്നെ പഠിക്കുക. 15-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പം 15-ാം തീയതി ആണല്ലോ നമ്മുടെ തീരുമാനം വരുന്നത്. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഇട്ട് തരാം. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പം ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ബുക്ക് എടുത്തിട്ട് പോയിരുന്ന് പഠിക്കുക. എന്താണ്, നിങ്ങൾ ഒന്നും കൂടുതൽ പഠിക്കേണ്ട, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള ടൈമാണ് ഇനി. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി പഠിക്കുക. അതിൻ്റെ ആൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മീൻസ് എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളാണ് എൻ്റെ ബലം.